ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്യുന്നൊരു സീൻ ഇപ്പം നമ്മൾ ലൈവിൽ കണ്ടു. എല്ലാവരും അത് ഭയങ്കരമായിട്ട് ഇന്നലെ BGM ഒക്കെ ഇട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ഇറക്കിയ ഒരു സാധനമാണ്. എനിക്ക് ആ ഒരു പ്രപ്പോസൽ സീൻ കഴിഞ്ഞപ്പോൾ അനീഷിൻ്റെ പെരുമാറ്റത്തിൽ കണ്ട കുറച്ച് കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം സ്ട്രൈക്കായി. ഇത് അനീഷിൻ്റെ ഒരു ഗെയിം ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ചിന്തയിലൂടെ പോയത്. അത് എന്തുകൊണ്ട് തോന്നി എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ്, നമുക്കൊരാളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ആ വ്യക്തിനോട് തുറന്ന് പറയുകയാണ്. നമുക്കറിയില്ല അയാൾ എസ് പറയുമോ നോ പറയുമോ എന്ന്. ഉറപ്പായിട്ടും എസ് ആയാലും നോ ആണെങ്കിലും നമ്മളുടെ ഇഷ്ടമാണ് പറയുന്നത് അല്ലേ. ഇവിടെ അനീഷ് അത് ചെയ്യുമ്പോൾ അനുമോളുടെ കാര്യങ്ങൾ, അത് 2 വർഷത്തിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നതെന്നും എനിക്കൊരു അഫെയർ ഉണ്ടായിട്ട് അത് പൊട്ടിപ്പോയി, ഞാൻ അതുകൊണ്ട് കല്യാണം കഴിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അച്ഛനമ്മയുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമാണ് എൻ്റെ കല്യാണം കാണുക എന്നുള്ളത്, അത് നടത്തി കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ ഉള്ളൂ. കരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നെല്ലാം അനുമോൾ വളരെ കാര്യമായിട്ട് അനീഷിനോട് സംസാരിക്കുകയാണ്. ഇതിനകത്ത് കല്യാണം കഴിക്കുമ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞു വരെയല്ല, അനീഷ് അവിടെ നിന്ന് അനുമോളോട് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയിട്ട് റൂമിനകത്ത് ഒരുപാട് തവണ നടന്നു. പിന്നെ കിച്ചണിൽ പോയി നിന്ന് സവാളയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ആരോടും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ അനീഷേട്ടാന്ന്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇത് കേരളത്തിലെ മലയാളികളുടെ അടുത്തോട്ടൊക്കെ എത്തുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലേ. ഈ ഒരു സ്ഥലത്ത് വെച്ച് താനൊരിഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തി ഇത് സ്വീകരിക്കും എന്ന് അനീഷ് എത്രത്തോളം വിശ്വസിച്ചിരിക്കും? ഒരു 5% പോലും അനീഷിന് അനുമോൾ ഈ ഇഷ്ടം ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് സ്വീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇനി ഫിനാലേക്ക് 9 ദിവസമേ ബാക്കിയുള്ളൂ. ഇനി അനുമോൾ ആ ഒരു ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറയാതിരുന്നാൽ, നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രാപ്പിലായി പോകുന്ന ആരാണ്? ശരിക്കും അനുമോളാണ്. ഒരിഷ്ടം ഒരാളോട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നോയാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് എന്താ ചെയ്യുക? സാരമില്ല, നമുക്ക് സമയമുണ്ടല്ലോ ആലോചിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ ടോപ്പിക്ക് അവസാനിക്കുന്നതിന് പകരം അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഒരൊറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു സഹതാപ തരംഗം പുറത്തോട്ട് കൊടുക്കാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അനുമോളാണ് അനീഷിനെ വെച്ച് ഏറ്റവും ബെസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് മറ്റുള്ളവരെ അനാലിസിസ് ചെയ്ത് അകത്ത് കയറിയിട്ടുള്ള മത്സരാർത്ഥികൾക്കറിയാം അനുമോളുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം. ഈ ഫോളോവേഴ്സിൻ്റെ പകുതി പോലും വോട്ട് ചെയ്താൽ പോലും അനുമോൾ വിൻ ചെയ്യും എന്നുള്ള ധാരണ ഇതിനകത്തോട്ട് പോയ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള ഒരാളെ നെഗറ്റീവ് ആക്കണമെങ്കിൽ അവിടെ കാര്യമായിട്ടുള്ളൊരു കാര്യം ചെയ്തേ പറ്റൂ അല്ലേ. അനുമോൾ 7 തവണ നോമിനേഷനിൽ വന്ന് 7 തവണയും സേവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അനീഷിന് എന്ത് മനസ്സിലാവും? അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് കൂടെ അല്ലാട്ടെ കുറയാൻ ചാൻസ് ഇല്ല. അങ്ങനെയെങ്കിൽ കുറയ്ക്കണമെങ്കിൽ അയാളെ ചക്രവ്യൂഹത്തിലാക്കണം അല്ലേ. മോഹൻലാൽ പറഞ്ഞ പോലെ ചക്രവ്യൂഹത്തിൽ പെടുത്തിയാലേ അനീഷിനിവിടെ വിൻ ചെയ്യാൻ പറ്റുന്നുള്ള ധാരണ മിക്കവാറും അനീഷിന് വന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അനീഷ് ഇത്രയും ദിവസം അനുമോളോട് കാട്ടിയിട്ടുള്ള സ്നേഹം ശരിക്കും പറഞ്ഞാൽ അനുവിനെ ഒരു ചക്രവ്യൂഹത്തിലോട്ട് അകപ്പെടുത്താനുള്ളതായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അനു ഓൾറെഡി നോ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ സങ്കടം, അനീഷിൻ്റെ ഇമോഷൻസ് എല്ലാം പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളിൽ ഒരു സാധനം വരും. എന്ത്? അയ്യോ, അവൾ ഇത്രയും ദിവസം വരെ അവൻ്റെ ഒപ്പം നിന്നിട്ട് ചതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ദിവസം വരെ അവനല്ലേ ഉണ്ടായുള്ളൂ, അവനല്ലേ ഇത്രയും പേര് ഒറ്റപ്പെടുത്തിയപ്പോൾ കൂട്ടിരുന്നത്, അവൾക്കൊരു എസ് പറയായിരുന്നില്ലേ, അല്ലെങ്കിൽ അവൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, അവൾ എന്തിനിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം എന്ത് ചെയ്യും? ജനങ്ങളിലോട്ടെത്തും അല്ലേ. ഇതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം അനീഷ് ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനീഷിൻ്റെ സ്നേഹം ഒറിജിനൽ ആയിരുന്നെങ്കിൽ അനീഷ് എങ്ങനെയായിരിക്കും പറയാം? ഉറപ്പായിട്ട് അനുമോളോട് ചിലപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ തൻ്റെ ഇഷ്ടം തുറന്ന് പറയുകയാണ്. തുറന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നൊരു കാര്യം ഇങ്ങനെ ആയിരിക്കണം. ചിലപ്പോൾ അനുമോളെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അനുമോളുടെ ഉത്തരം എനിക്ക് ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, എസ് ആണെങ്കിലും നോ ആണെങ്കിലും എനിക്കൊരു ഉത്തരം തരണം എന്ന് പറയാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അനുമോളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയണവരെയും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ കാത്തിരിക്കാം, ഞാൻ പ്രപ്പോസലായിട്ട് വരാം, സമയമുണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞതേ ഉള്ളൂ,
സോ ഇനി 9 ദിവസമുണ്ട്, നമുക്ക് ആ 9 ദിവസം മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാം, ബാക്കിയെല്ലാം പുറത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് മാന്യമായിട്ട് അനീഷോട് പറയുമായിരുന്നു. ഇവിടെ അനീഷ് അത് ചെയ്തിട്ടില്ല. വ്യക്തമായിട്ട് അനീഷ് ഒരു ചക്രവ്യൂഹത്തിലാക്കിയിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് മാന്യമായിട്ട് കോംപ്രമൈസ് അല്ല, ആ ചർച്ച അവസാനിപ്പിച്ചിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഒരു നെഗറ്റീവ് അടിക്കില്ല. ഇത് ഇന്ന് കാണുമ്പോൾ നമുക്ക് അനീഷിനോട് ഒരു ഐക്യു വേളന്ത് ഇങ്ങനെ കളിച്ച് എന്നൊക്കെ തോന്നിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇത് അനുവിൻ്റെ നെഗറ്റീവിലോട്ട് മാറും. കാരണം അനു തന്നെ അവിടെ പറയുന്നൊരു കാര്യം, ഈ ഗെയിം ഈ ഒരു നിരസിക്കൽ കാരണം അനീഷേൻ്റെ ഗെയിമിനെ ബാധിക്കാൻ പാടില്ല, അനീഷേട്ടൻ ഡൗൺ ആവാൻ പാടില്ല. അനു അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് അതല്ല അവിടെ ചെയ്തത്, അനുവിനെ കൊണ്ട് ട്രാപ്പിലാക്കിയേ ചെയ്തത്. ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ ഒന്ന് എഴുതുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കേട്ടോ. ബൈ.